ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഓരോ ബിസിനസ്സിനും അതിൻ്റേതായ റിസ്ക്കുകളുണ്ട്. നമുക്കിപ്പം വേറുള്ളവരെ ബിസിനസ് ഇങ്ങനെ കാണുമ്പോൾ തോന്നും ഓരോ ബിസിനസ് നല്ല സുഖമാണ്, പിന്നെ വേറുള്ളവരെ കാണുമ്പോൾ ഓരോ ബിസിനസ് നമ്മളത് റിസ്ക്കാണ്. എല്ലാവരും ബിസിനസ്സും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ ബിസിനസ് തന്നെ ഞാനിപ്പോൾ സോഫൻ്റെ മാത്രം 6 സ്ഥലത്തേക്ക് അപ്പം മാറ്റിയ ബിസിനസ്. അതായത് സോഫൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ഫസ്റ്റ് കച്ചേരി അടുത്ത് തുടങ്ങി. അത് മെഷീനറിയൊക്കെ പിന്നെ പെട്ടെന്ന് എൻ്റെ കല്യാണ ഇതൊക്കെ റെഡി ആയപ്പോൾ കുറച്ച് ഫണ്ടിന് ഷോർട്ട് വന്നപ്പോൾ മെഷീനറിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മെഷീനറിയൊക്കെ കൊടുത്ത് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ രണ്ടാമത് ഞാൻ തുടങ്ങുന്നത് വണ്ടി വരുമെന്ന് പറയാം. ഫണ്ട് നമ്മളെ കുറവാണെങ്കിൽ അതിൻ്റെ ആഗ്രഹം നമ്മൾ വിട്ടില്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആക്കുമ്പോൾ ഇങ്ങനെ രണ്ടാമത് അയക്കനെ പ്രൊഡക്ഷൻക്കനെ ഇറങ്ങി. ഷോറൂം അന്നേ ഉണ്ട് കേട്ടോ, ചെറുമട്ടത്തിലാണ്. എടവണ്ണപ്പാറമലാണ് ഉണ്ടായിന്. എടവണ്ണപ്പാറമല അരീക്കോട് റോഡ് ഇപ്പോഴും ഉണ്ട്. ചെറിയ റൂം ഇതിലാണ് ഇപ്പോൾ ആ ഷോറൂമുള്ളത്. പിന്നെ രണ്ടാമതും മിഷനറി അത് സെക്കൻഡ് ഒപ്പിച്ച്, കംപ്രസറും ഇതൊക്കെ സെക്കൻഡ് ഒപ്പിച്ച്. അതിൻ്റെ ടൈലർ മെഷീനൊക്കെ ഫ്രഷിന് 40 ഉറുപ്പ്യ ഉണ്ട്. ഒക്കെ സെക്കൻഡ് ചങ്ങായിമാർ തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒപ്പിച്ച്. കംപ്രസറും അതേമാതിരി ഒരു ചെറിയ മോട്ടറും പിന്നെ ഗണ്ണൊക്കെ പിന്നെ ഫ്രഷ് തന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒപ്പിച്ച് രണ്ടാമതും തുടങ്ങി. ഒരു 3-4 മാസം ഇവിടെ നമ്മളെ അതേ സ്ഥലത്ത് തന്നെ കേട്ടോ, നമ്മൾ തുടങ്ങുന്നതിൻ്റെ മുമ്പ് പൂട്ടി പോയ മിഷനറിയൊക്കെ കൊടുത്ത് അതേ സ്ഥലത്ത് തന്നെ രണ്ടാമതും തുടങ്ങി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ മിഷനറി മൊത്തം ഹിന്ദിക്കാർ ഒരു പെരുന്നാളിൻ്റെ അന്നാണ്, ചെറിയ പെരുന്നാളിൻ്റെ അന്ന് എന്നിട്ട് ഹിന്ദിക്കാർ മോട്ടർ ഇട്ടേച്ച് പോയി. സെക്കൻഡ് മോട്ടറാണ്, അതിൻ്റെ ഒരുതായ പ്രശ്നമാണ്. ഹിന്ദിക്കാരുടെ പ്രശ്നമൊന്നുമല്ല ഇനി കേട്ടോ. മോട്ടർ ഇട്ടേച്ച് പോയി. ഓലാണെങ്കിൽ അവിടെയും പോയി. പിന്നെ മുടിയെട്ടാനൊക്കെ പോയി. പിന്നെ അവിടെ ഇങ്ങനെ മോട്ടർ ഇങ്ങനെ കത്തുന്നത് കണ്ടപ്പോൾ അതിലായിട്ട് പോണ വണ്ടിക്കാർ കണ്ടാട്ടാണ് അത് കെട്ടി. എന്തോ ഭാഗ്യത്തിന് ഫുള്ള് കത്തില്ല. മില്ലിൻ്റെ ബാക്ക് ഭാഗം മൊത്തം മരേന്. എന്തോ ഭാഗ്യത്തിന് അങ്ങനെ അവിടുന്ന് മോട്ടറൊക്കെ കത്തി. അവിടുന്ന് പിന്നെ മാനീരി മുതുവല്ലൂർ പറഞ്ഞ സ്ഥലത്തേക്ക് പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം മാറ്റണേ. മുതുവല്ലൂർ മദ്രസിൻ്റെ ബിൽഡിങ്ങിൽ ആ കീശ്ശേരി റോഡിന് അവിടുന്ന് പിന്നെ ടീച്ചർ പടിക്കൊക്കെ മാറ്റി, കീശ്ശേരി ഭാഗത്തേക്ക് ഷെഡ്. അവിടുന്നും പിന്നെ മുതുവല്ലൂർ മാനീരി പറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി. ഇപ്പം അവിടെയാണ് ഇപ്പോൾ സോഫൻ്റെ പ്രൊഡക്ഷൻ നടക്കണേ. അവിടെ ഇപ്പം പ്രശ്നമാണ്. സിംഗിൾ ഫേസ് കറണ്ടിൻ്റെതായിട്ട് നമ്മൾ ഷെഡിന് വാടക കൊടുക്കുന്നതിനായിട്ടും കൂടുതലായി മോട്ടർ ഇങ്ങനെ കംപ്ലൈൻറ്റ് വരില്ല. അതായത് വോൾട്ടേജിൻ്റെ വെരിഫിക്കേഷൻ പ്രശ്നം കൊണ്ട് ഗണ്ണിന് പ്രശ്നമാണ്, കംപ്രസറിന് പ്രശ്നമാണ്. ഏകദേശം ഒരു മാസത്തിൽ അത്യാവശ്യം ഓരോ കംപ്ലൈൻറ്റ് ഒന്നാക്കാൻ തന്നെ ഫണ്ട് ഇതാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു സ്ഥലം എടുത്ത് സെറ്റാക്കിയാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഇരുന്നുകൊണ്ടപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ട് ആ സ്ഥലം അപ്പോൾ ഞങ്ങൾക്ക് അതൊന്ന് കാട്ടിത്തരാം. ആ സ്ഥലത്ത് ഇങ്ങനെ JCB മാന്തിക്കൊണ്ട് നിൽക്കുകയാണ്. നിരത്തി ഇവിടെ ഇനി സോഫൻ്റെ കമ്പനി സെറ്റാക്കാൻ നിൽക്കുകയാണ്. ഇവിടുന്ന് ഇനി മാറ്റാണ്ട് കേട്ടോ. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഇതിപ്പോൾ സ്വന്തമായിട്ട് എടുത്ത സ്ഥലമാണ് കേട്ടോ. അന്ന് ഒരു 5-6 കൊല്ലം മുമ്പ് ഒരു ഫസ്റ്റ് ഫ്രഷ് കംപ്രസർ മേടിച്ചാനും ഫ്രഷ് മോട്ടർ മേടിച്ചാനും വരെ ഇടങ്ങാറായ ഒരു ടൈമേനി. ഏകദേശം ഒരു 5 വർഷം മുമ്പ് ആ സ്ഥാനത്ത് അപ്പോൾ ഏകദേശം ഒരു 1/2 ഏക്കറോളം സ്ഥലം ഇപ്പം ക്യാഷ് കൊടുത്ത് വാങ്ങി അവിടെ താൽക്കാലികമായിട്ട് ഇവിടുന്ന് ഇനി സോഫ മാറ്റും. അതാണ് രസം. സോഫൻ്റെ കണ്ടകശേനി മാറിയില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ അത്രയും ഇതാണ് സോഫ ഇഞ്ഞും ഇവിടുന്ന് മാറ്റാനുള്ളതാണ്. താൽക്കാലിക ഷെഡ് മാത്രം അപ്പം ഇവിടെ ഉണ്ടാക്കണേ. നമുക്ക് ഇവിടെ ബിൽഡിങ് കയറ്റണം. ഭാവിയിൽ നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഹോൾസെയിൽ ചെയ്യാനുള്ള ബിൽഡിങ് കയറ്റാൻ ഇൻഷാല്ലാ. ആ ഒരു രീതിയിലാണ് നമ്മളെ പ്ലാനിങ്. 2 വർഷം കഴിഞ്ഞാൽ സോഫൻ്റെ ഇത് ഇവിടുന്ന് മാറ്റും. സോഫയ്ക്ക് വേറെ സ്ഥലം സെറ്റാക്കണം ഇൻഷാല്ലാ. അതാണ് ഇപ്പം പറയുന്നത്. നമ്മളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ ബിസിനസ്സിനെ കുറിച്ച് നല്ല പഠിച്ചിട്ട് നല്ലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ തന്നെ പോകണം. ഒരു പ്രാവശ്യം എന്തായി പിന്നെയും അതിന് ഫൈൽഡാവും, പിന്നെയും ഫൈൽഡാവും. എത്ര ഫൈൽഡാവും? നമ്മൾ ആ ബിസിനസ്സിനെ കുറിച്ച് നല്ല പഠിച്ചണമെങ്കിൽ, അല്ല പഠിച്ചാതെ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ മാർക്കറ്റ് അറിഞ്ഞ് ഇതിൻ്റെ എല്ലാം പിന്നെ ഇങ്ങനെ പൈസ പോവുകയുള്ളൂ. അതിൻ്റേതായ രീതിയിൽ റിസ്ക് എടുത്ത് നമ്മൾ അതിന്മേലെ തന്നെ കൂടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ ലക്ഷ്യത്തിലെത്താൻ കഴിയും. അത് 100% ഉറപ്പാണ്. ഇതിപ്പോൾ ഈ സോഫൻ്റെ ഇതിവിടെ ഷെഡ് ഇനി കെട്ടുന്നുണ്ട്. ഇവിടുന്ന് ഇനിയും മാറ്റണം. എന്നാലും അൽഹംദുലില്ലാ ഒരു സെക്കൻഡ് കംപ്രസർ വരെ മേടിച്ചാൽ റിസ്ക് എടുത്ത ഞാനാണ് ഇപ്പത് ഏകദേശം ഒരു 1/2 ഏക്കർ സ്ഥലം സ്വന്തമായിട്ട് വാങ്ങി ആ ഒരു സെറ്റപ്പിൽ ഇപ്പം ഇവിടെ ഇങ്ങനെ പണി നടക്കണം. അതിങ്ങനെ ആലോചിച്ച് പോവുക. അപ്പം ആര് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും തളരരുത്, അതെനിക്ക് പറയാനുള്ളൂ. ചിലപ്പം പല പ്രശ്നങ്ങൾ കൊണ്ടും നഷ്ടം വരും. നമുക്ക് അതിനെക്കുറിച്ച് നല്ല പഠിച്ച് മാർക്കറ്റൊക്കെ പഠിച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക. പല പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങനെ സ്ഥലമൊന്ന് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇതാണിപ്പോൾ ആ സ്ഥലം. ഫുള്ള് നിരത്തി സെറ്റാക്കുക. സൈഡൊക്കെ കോമ്പൗണ്ടൊക്കെ കെട്ടിയോണ്ട് ഇങ്ങനെ നിൽക്കുക.
അപ്പം ഇനി നമ്മളെ ലക്ഷത്തേക്ക് എത്താൻ ഒരുപാടുണ്ട് കേട്ടോ. ഏകദേശം 100-ൽ ഒരു ഭാഗം 10% ആയിട്ടുള്ളൂ നമ്മളെ. ഏതായാലും ഒരു അൽഹംദുലില്ലാ നല്ല ഇതന്നെയാണ്. വേറെ സൈഡൊക്കെ കെട്ടി ഫുള്ള് നിരത്തി സെറ്റാക്കിയോണ്ട് നിൽക്കുക ആ സ്ഥലമാണ്. ഇതിപ്പോൾ എവിടെയാണ് വെച്ചാൽ നമ്മളെ വെട്ടുകാട്, കൊണ്ടോട്ട് റോഡിന് വെട്ടുകാടിന്ന് പുളിക്കർ റോഡിനാണ് ഈ സ്ഥലം വരുന്നത്, നമ്മളെ ഈ സൈറ്റ്. അപ്പോൾ എല്ലാവരുടെ ധാർക്കലും സപ്പോർട്ടും പിന്തുണയൊക്കെ ഇനിയും വേണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പല ബിസിനസ്സും എല്ലാവരും ഓരോ ജീവിക്കാൻ വേണ്ടി ഓരോ ഇതും ചെയ്യണതാണ്, ഓരോ പരിപാടിയും ചെയ്യണം. അപ്പോൾ അത് എല്ലാം മുട്ടിത്തിരിച്ചിലും ഉണ്ടാവും. എന്നാലും നമ്മളതിനെക്കുറിച്ച് നല്ല പഠിച്ചണമെങ്കിൽ നമുക്ക് അതിൽ തന്നെ മെനക്കെടുക 1, 2, 3 പ്രാവശ്യമൊക്കെ. ഒരട്ടം ഫയലായി പിന്നെ അതിനെക്കുറിച്ച് നല്ല പഠിച്ച് നമുക്ക് ഉറപ്പായി വിജയിക്കും എന്നുള്ള സംഭവം ഉണ്ടെങ്കിൽ അതിൽ തന്നെ മെനക്കേട്. അല്ലാതെ നമ്മൾ ഇന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതേ എഫേർട്ട് എടുത്ത് വെറുതെ ആവും. ഞാൻ ഇപ്പോൾ അതാ 6ാമത്തെ പ്രാവശ്യം അപ്പം ഇങ്ങോട്ട് അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഓരോ ഭാഗങ്ങൾ ക്ലിയറാക്കി ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ എടുക്കാൻ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരിക്കലും കഴിയൂല. അതാണ് ഇനി ഇവിടുന്ന് ഇഞ്ഞും മാറ്റാണ്ട്. അപ്പോൾ 7ാമത്തെ പ്രാവശ്യമാവും മാറ്റണ ഷെഡ്, സോഫേൻ്റെ ഷെഡ്. ഇവിടെ നമുക്ക് ബിൽഡിങ് ആക്കി മാറ്റണം മൊത്തത്തിൽ, നമുക്ക് ഹോൾസെയിലിൻ്റെ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഒരു സപ്പോർട്ടും പിന്തുണയൊക്കെയാണ് വേണം, ദുആയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു.